നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെ നടത്തം ഈ മനോഹരമായ ഗ്രാമവഴിയിലൂടെ സ്വല്പം ദൂരെയുള്ള എൻ്റെ കൃഷിത്തോട്ടത്തിലേക്കാണ്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഈ പച്ചപ്പിലൂടെയുള്ള യാത്ര തന്നെ മനസ്സിന് വലിയൊരു ഉന്മേഷമാണ് നൽകുന്നത്. പതുക്കെ നമുക്ക് എൻ്റെ തോട്ടത്തിലേക്ക് പ്രവേശിക്കാം. നോക്കൂ, ഇതാണ് ഞാൻ നട്ടുപിടിപ്പിച്ച ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ. ഇതിപ്പോൾ കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. 1-2 കായകൾ ഇപ്പോൾ കാണാനുണ്ട്. ഇനി അങ്ങോട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സീസണാണ്. അധികം വൈകാതെ തന്നെ ഈ ചെടികളിലാകെ കായകൾ നിറയും. നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമായ ഒന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ദഹനപ്രിയ സുഗമമാക്കാനും ഈ പഴം ഉത്തമമാണ്. നാരുകൾ ധാരാളം ഉള്ളതുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് ഇതിലും മികച്ച മറ്റൊരു പഴം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അടുത്തതായി നമുക്ക് എൻ്റെ കടപ്പിലാവിലേക്ക് നോക്കാം. വെറും 3 വർഷം മുൻപ് വാങ്ങിയ ഒരു ചെറിയ തൈയായിരുന്നു ഇത്. എന്നാൽ ഇന്ന് ആളെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം വളർന്ന് പന്തലിച്ചു നിൽക്കുന്നു. നിറയെ ചക്കകളും പിടിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടുവളപ്പിൽ വളർത്താൻ പറ്റിയ ഏറ്റവും നല്ല ഒന്നാണ് കടപ്പിലാവ്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഏറെയാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും കടപ്പിലാവ് സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ നല്ലതാണ്. ഒരു ചെറിയ തൈ വെച്ചാൽ പോലും വീട്ടിലെ ഭക്ഷണ ആവശ്യങ്ങൾക്ക് ധാരാളം ചക്ക ഇതിൽ നിന്ന് ലഭിക്കും. ഇതാണ് എൻ്റെ തോട്ടത്തിലെ മറ്റൊരു താരം, കാട്ടിമോൺ മാവ്. ഏകദേശം 1000 രൂപ കൊടുത്ത് 2 വർഷം മുൻപ് വാങ്ങിയതാണ് ഈ തൈ. മറ്റ് മാവുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ പ്രത്യേകത ഏത് സമയത്തും മാങ്ങയുണ്ടാകും എന്നതാണ്. വർഷത്തിൽ 1-2 തവണ ഇത് പൂക്കും. ഇതിപ്പോൾ നന്നായി പൂത്ത് കായകൾ പിടിച്ചു തുടങ്ങി. നല്ല രുചിയുള്ള മാമ്പഴമാണ് കാട്ടിമോൻ്റേത്. വീട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ ഒരു കാട്ടിമോൻ തൈ വയ്ക്കുന്നത് എപ്പോഴും ലാഭകരമാണ്. തോട്ടത്തിലെ കാഴ്ചകൾ കണ്ട് തിരികെ വീട്ടിലെത്തുമ്പോൾ ആദ്യം കണ്ണിലുടക്കുന്നത് മുറ്റത്തെ ഈ പ്ലാവാണ്. ശരിക്കും ഇതൊരു നാടൻ പ്ലാവാണ്. ഇതിൽ വിരിഞ്ഞു നിൽക്കുന്ന വലിയ ചക്കകൾ കാണുമ്പോൾ പഴയ തറവാട്ടുമുറ്റത്തെ ഓർമ്മകളാണ് വരുന്നത്. ഈ പ്ലാവിൻ്റെ ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ചക്ക പഴുത്താൽ നല്ല തേനൂറുന്ന രുചിയാണ്. എന്നാൽ പഴുക്കുന്നതിന് മുൻപ് തന്നെ ഇതുകൊണ്ട് എത്രയോ വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കാം. ഇനി നമ്മുടെ റംബുട്ടാനിലേക്ക് നോക്കാം. റംബുട്ടാൻ മരത്തിലും ഇത്തവണ നല്ല രീതിയിൽ കായകൾ പിടിച്ചിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. കാഴ്ചയിൽ മാത്രമല്ല, ഗുണത്തിലും റംബുട്ടാൻ ഒട്ടും പിന്നിലല്ല. ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ചർമ്മത്തിന് തിളക്കം നൽകാനും മുടി കൊഴിച്ചിൽ തടയാനും സഹായിക്കും. അതുപോലെ തന്നെ ഇതിലെ നാരുകൾ ദഹനത്തിന് വളരെ നല്ലതാണ്. പഴുത്ത് പാകമാകുമ്പോൾ ഇതിൻ്റെ ആ ചുവപ്പ് നിറവും അകത്തെ വെളുത്ത മാംസളമായ ഭാഗത്തിൻ്റെ മധുരവും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. ശരിക്കും നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു പഴക്കുട ഒരുക്കിയതുപോലെയാണ് ഈ കാഴ്ചകളെല്ലാം. നമ്മുടെ കൈകൊണ്ട് നട്ട
നട്ടു നനച്ചു വളർത്തിയ ഓരോ മരവും ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കാണുന്നത് മനസ്സിന് നൽകുന്ന ആത്മസംതൃപ്തി ഒന്ന് വേറെ തന്നെയാണ്. വീണ്ടും മറ്റൊരു വിശേഷവുമായി നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.